ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സഞ്ചാരീസ്. തിരുവോണ ദിവസമാണ്. നമ്മളിങ്ങനെ കണ്ട കണ്ണാപ്പികളെ പോലെ ഇങ്ങനെ റീലും കാര്യങ്ങളൊന്നും ഇടത്തൊന്നുമില്ല. വെറുതെ എന്തിനാണ് നിയമനിലംഘനം നടത്തി റീലും കാര്യങ്ങളൊക്കെ, ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുക, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് പോസ്റ്റ് കോൾ അടിക്കുക, അപ്പം അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ചെയ്യണ്ട. ഈ കാറ് പോകുന്നുണ്ട്, നീല കാറ് പോകുന്നുണ്ട്, ഹുണ്ടായി. ഇവരിടത്തൂടെ പോകാൻ സ്ഥലമില്ല. എന്നിട്ട് എന്തുകൊണ്ട് അവനത് ചെയ്യുന്നില്ല? അവനെങ്ങനെ നടുക്കൂടെ കയറ്റിക്കൊണ്ട് ഇപ്പോഴാണ് അവൻ ഇടത്തോട്ട് ഒതുക്കിയത്. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ കയറിപ്പോകും. ഇതേപോലെ കുറേ ഒരു ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്, അവൻ ഓവർടേക്ക് ചെയ്ത് വരും. നമ്മൾ കണ്ട് ഇടത്തോട്ട് സ്ഥലം ഉണ്ടാണ്ട് ഇടത്തോട്ട് ഒതുക്കി കൊടുത്തു, അയാൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. അതൊക്കെ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതേപോലൊക്കെ ചെയ്യുക. റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ ഇടത്ത് വെച്ചത് ഉള്ള കാറുകളികളെല്ലാം നടുക്കൂടെ പോകുന്നത്. അതായത് ഈ ഫ്രണ്ടിൽ പോകുന്നത് KIV ആയിരിക്കും. ഇവന്മാരെ ഇടത്ത് വശത്ത് സ്ഥലം ഉണ്ടായിട്ടും ഇവന്മാർ എന്തുകൊണ്ട് ഇടത്ത് വശത്തൂടെ പോകുന്നില്ല? ഉള്ള കാറുകളികളല്ല. ആ ഒരു പാവം പിടിച്ച ഇയോൺ വെറും പാവം സാധു മനുഷ്യൻ ഇടത്ത് വശം ചേർന്നാണ് പോകുന്നത്. പക്ഷെ ബാക്കിയുള്ളമാരാ ആ ഫ്രണ്ടിൽ ഷിഫ്റ്റ് ഡിസയർ പോകുന്നുണ്ട്, ഇവനിടത്തൂടെ വന്നാണ് പോകുന്നത്. പല റോഡിന് നടുക്കുവശത്താണ് പോകുന്നത്, അതിൻ്റെ പകുതി സൈഡ് റോങ് സൈഡാണ്. മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് മിക്കെണ്ണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ തൊട്ട് 1 വേ ആണെന്നെങ്കിലും പറയാം. ഇവിടെ തൊട്ട് 1 വേ ഓക്കെ, കുഴപ്പമില്ല. അവൻ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവൻ്റെ പുറകിൽ തന്നെ അവൻ ഇടതുവശം ഒതുക്കുന്നു, വലതുവശം ഒതുക്കുന്നു. അവൻ റോഡ് സെൻറ്ററിൽ കൂടെ തന്നെയല്ലേ പോകുന്നത്. അങ്ങനെ പോകണ്ട. അത് ഒരു കാറുകാരൻ അവൻ ഓവർടേക്ക് ചെയ്തിട്ട് പോലും അതാണ്ട് ഫ്രണ്ടിൽ പോകുന്ന വേറൊരു കാറുകാരൻ. ഈ കാർ ഓടിക്കുന്നവന്മാരൊക്കെ വെറും ദുരന്തങ്ങളാണ്. ഇടതുവശത്തോട് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒതുക്കത്തില്ല. ആ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾ നോക്ക്. ഫേസ്ബുക്കിലൊക്കെ കുറേ കാർ ഓടികൾ കൊണ്ടുവന്ന് ഇതിടും, ബ്ലോക്ക് വെക്കും. ബൈക്കായിക്കോട്ടെ, വേറൊരു കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, കൊണ്ടുവന്ന് ബ്ലോക്ക് ഇടും റോങ് സൈഡെന്ന് പറഞ്ഞ്. ഇവന്മാരൊക്കെ വണ്ടി ഓടിക്കുന്നതാണ്. ഈ പറഞ്ഞവന്മാരൊക്കെ തന്നെ ആയിരിക്കും കമന്റ് ഇടുന്നതും. എന്നെ തെറി വിളിച്ച് കമന്റ് ഇടുന്നവന്മാരൊക്കെ ഈ കാർ ഓടിക്കുന്നവന്മാരൊക്കെ തന്നെ ആയിരിക്കും. തന്നെ ഒരു ഓട്ടോക്കാരൻ പോകുന്നുണ്ട്, ഇടതുവശം ഒതുങ്ങിയിട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള കാറുകാരന്മാരെങ്ങനെയാണെന്ന് പോകുന്നത്? ഒരു ബൈക്കുകാരെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കും ഞാനൊരു സ്പീഡിൽ പോകുന്നിടത്ത് തന്നെ അയാൾ ഓട്ടോയ്ക്ക് ചെയ്യും. ഞാൻ കാരണം മറ്റൊരു യാത്രികരുടെ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല, മറ്റൊരു വാഹനക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പക്ഷേ ഈ ഫ്രണ്ടിൽ പോകുന്ന ഇന്നോവക്കാരെ കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാരണം അയാൾ റോഡിന് നടുക്കൂടെ പോകുന്നുണ്ട്, എനിക്ക് അയാൾ ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റുന്നില്ല. ഫ്രണ്ട് 2 KSRTC ബസ്സുകൾ പോകുന്നുണ്ട്. അവരുടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇടതുവശത്തോട്ട് സ്ഥലമുണ്ടേ, എന്നിട്ട് ഇന്നോവ ഇടതുവശത്തോണ്ട് ഇത്രയും സ്ഥലമുണ്ട്. ഞാൻ ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യത്തില്ല, വലതുവശത്തോട് തന്നെ കയറി പോകത്തുള്ളൂ. ആ ഫ്രണ്ടിൽ പോകുന്ന ഇന്നോവക്കാരൻ ഓക്കെ മാന്യൻ മക്കാൻ, അയാളുടെ ഇടതുവശം ചേർന്നിട്ടാണ് പോകുന്നത്. ഈ ഫ്രണ്ടിൽ പോകുന്നവനോ ഞാനാണെങ്കിലും നടുക്കൂടെ പോകുന്നെങ്കിലും വെള്ളവരടയെ ലെഫ്റ്റ് നിർത്തിയിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഓവർടേക്ക് ചെയ്യാനുള്ളത് അത്ര പാടാണ്. ഓക്കെ, ഓവർടേക്ക് ചെയ്തോട്ടെ. ഓവർടേക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റ് വന്നു, അവനിത് ഇപ്പോഴാണ് ലെഫ്റ്റ് കയറിയത്. ബസ്സൊക്കെ നോക്കി, ബസ്സൊക്കെ ഞാൻ അവൻ്റെ ലെഫ്റ്റിലൂടെ കയറേണ്ടി വന്നു എനിക്ക് അവനെ ഓവർടേക്ക് ചെയ്യാൻ. കാരണം അവൻ വലതുവശം പിടിച്ച് നിർത്തിയേക്കുക. ഫ്രണ്ടിൽ പോകുന്ന ഷിഫ്റ്റാണ് KSRTC ബസ്. അല്ല പറയാൻ പറ്റത്തില്ല, ഓപ്പോസിറ്റ് ബൈക്ക് ഓളികൾ താണ്ടെ കയറി വരുന്നുണ്ട്. നമ്മൾ പണികളൊക്കെ റോഡിൽ കൂടെ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ വഴിയുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. വഴിയുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കയറ്റി വെക്കുന്നതായിരിക്കും. വഴിയൊക്കെ ഉണ്ട്. ഇവിടെ റോഡ് ഗതാഗതം തുടങ്ങിയിട്ടില്ല, പക്ഷേ എന്നിട്ട് നമ്മൾ ആ റോഡ് വഴി കയറിഞ്ഞു വന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കയറി വരാൻ പറ്റി. ഫ്രണ്ടിൽ പോകുന്ന ബൈക്കുകാരൻ ഇയാളെ പയ്യെ തന്നെ പോകുന്നത്. ഇവിടെ റോഡിന് നടുക്കൂടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും മിക്ക 90% എണ്ണോ, ബാക്കി 10% ഞാൻ പറയുന്നില്ല. വെച്ചിട്ടായിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 90% എണ്ണം വെറും ബോറന്മാരാണ്. 6 ബോറന്മാരെന്ന് പറഞ്ഞാൽ 6 ബോറന്മാർ. വണ്ടി ഇവന്മാർക്കൊക്കെ ലൈസൻസ് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയേണ്ടത്.
ഇത് പിന്നെ ഒരു വണ്ടിക്ക് അങ്ങോട്ട് മാത്രമേ പോകാനുള്ള ഒരു വഴിയേ ഉള്ളൂ, കൊച്ചു വഴിയാണ്. ഇവിടെ പിന്നെ സാഹചര്യം മൂലം സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കും, ഞാനാണെങ്കിലും അവന്മാരാണെങ്കിലും. പക്ഷെ എന്നിട്ട് പോലും ഇടതുവശത്തൂടെ പോകാൻ സ്ഥലമുണ്ട്. നിങ്ങൾ നോക്കുന്നുണ്ടേ, ഇടതുവശത്ത് ഇത്ര സ്ഥലമുണ്ട്, എന്നിട്ടും നമുക്ക് വലതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവന്മാരുടെ നടുക്കൂടെ പോകുന്നുണ്ട് ഈ കാറോളികൾ. ഈ കാർ ഓടിക്കും, ഞാനും കാർ ഓടിക്കുന്ന ഒരുത്തൻ തന്നെയാണ്. കാർ ഓടിച്ച് ഒരുപാട് ദൂരം ഞാൻ പോയിട്ടുള്ള ഒരുത്തനാണ്, അല്ലെങ്കിൽ ഇനി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് പോലും ഞാൻ ഈ കാർ ഓടിക്കുന്നവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഈ കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു ഡാഷ് മക്കൾക്ക് ഒരു ബോധമില്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവൻ്റെയൊക്കെ വിചാരം റോഡിന് നടുവശ ഇവന്മാർക്ക് തീരെഴുതി കൊടുത്തേക്കുകയാണ് എന്നാണ്. വേറെ ഒരുത്തൻ കുണ്ടും കുഴിയിലും വീഴാതിരിക്കുക റോഡിന് നടുക്കൂടെ കയറി വരുന്നത്. ഉള്ളവന്മാരെല്ലാം അങ്ങനെ കണ്ട കയറി വരുന്നുണ്ടില്ലേ? റോഡാകുമ്പോൾ കുണ്ടും കുഴിയൊക്കെ കാണും, കേരളമാണ്, കുണ്ടും കുഴിയൊക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ ബ്രേക്ക് എവിടെ എത്ര ഹോൺ അടിക്കണ്ടേ ഒന്ന്. എന്നിട്ട് ആ മൈരനെ കൂട്ട് എന്നിട്ട് അയാളെ കൂടെ ഒതുക്കിയില്ല. അതുകൊണ്ട് പെണ്ണുമ്പുള്ള പോകുന്നു. അവർ പിന്നെ വലത്തോട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടേക്കുന്നു. എന്നാൽ പിന്നെ വലത്തോട്ട് കയറി പോട്ടെ. താങ്ങാൻ പറ്റത്തില്ല, ഇത് 3 പേരെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അത്യാവശ്യം മണ്ണുള്ള ഒരു ചേച്ചിയാണ്. റോഡിൻ്റെ ഇടതും വലതും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ ക്നാപ്പന്മാരുണ്ട്. ബാക്കിയുള്ള ഇവന്മാർ ഈ നടുക്കൂടെ പോകുന്നതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ആൾക്കാർ ആക്സിഡൻ്റ് ആവുന്നത് എന്ന് ഞാൻ പറയാം. വേറൊരു കയറി പോകുന്നു, ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ലെഫ്റ്റ് ഒതുക്കുമെന്ന് നമുക്ക് നോക്കാം. ഒതുക്കി കഴിഞ്ഞാൽ മാനിയൻ, അവൻ ലെഫ്റ്റ് ഒതുക്കി, അപ്പോൾ മാനിയനാണ്. അവൻ ഇൻഡിക്കേറ്റർ വിട്ട്, അവൻ അതിലും വലിയ മാനിയനാണ്, മഹാനാണ് മഹാൻ. ഒറ്റ റോഡേ ഉള്ളത് നിങ്ങൾ ആലോചിക്കണം. ഒറ്റ റോഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ല, എന്നാലും അവനൊരു അഡീഷണൽ സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഇൻഡിക്കേറ്റർ ഇട്ട്. പക്ഷെ അവൻ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ടില്ല. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അവൻ നടുക്കൂടെ തന്നെ പോകുന്നത്. ഇടതുവശത്ത് ഇത്ര സ്ഥലമുണ്ട്. ഒരു ബൈക്കിന് സുഖമായിട്ട് കയറി പോകാനുള്ള സ്ഥലം ഇടതുവശത്തുണ്ട്, എന്നിട്ട് അവൻ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അവൻ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തത്. റോഡാലി പ്രശ്നം, എല്ലാം കണക്കാണ്. പറഞ്ഞിട്ടങ്ങ് ഒരു കാര്യമില്ല മാഷന്മാരെ. ഹെൽമെറ്റ് ഇല്ലാതെ തലകരിച്ച കുറേ അവന്മാർ വേറെ. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വണ്ടിക്ക് പോകാനുള്ള റോഡേ ഉള്ളൂ. കാരണം പണി നടക്കുന്നതുകൊണ്ട് റോഡിൻ്റെ വീതി വെട്ടിച്ചുരുക്കി വയ്ക്കുക. പേടിക്കണ്ട, ഇടിക്കത്തില്ല, വണ്ടി ABS-ആണ്. ഇടതുവശത്ത് ഇത്ര സ്ഥലം ഉണ്ടായിട്ട് അവന്മാർക്ക് നടുക്കൂടെ പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇടത്തൂടെ കയറി പോകാം. ഇടത്തൂടെ പോകത്തില്ലേ, ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യരുതെന്ന് റൂളുള്ളതാണ്. ഞാൻ ഇടത്തൂടെ കയറി പോകുന്നില്ല. സാഹചര്യം മൂലം എല്ലാം 10 വർഷം കയറി പോകേണ്ടി വന്നാലേ ഉള്ളൂ. ഇനി കയറി പോകത്തില്ല. ഈ ചുവന്ന കാറുകാരനെ വിട്ടിട്ട് വെള്ളക്കാരുകാരനെ പിടിക്കാം നമുക്കിനി. നമുക്ക് അവൻ്റെ ഒരു വീല് വലതുവശത്തും ഒരു വീല് ഇടതുവശത്തും, ഒരു സൈഡില്ല. ഇപ്പോഴാണ് ഇടതുവശത്താണ്. എന്നെങ്കിൽ പോലും അവർ റൈറ്റിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇങ്ങനെ വലതുവശത്തൂടെ പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി എങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകും? ഇമാതിരി കാർ ഓടികളാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുമ്പോൾ ബ്ലോക്ക് ആക്കുന്നത്. മനസ്സിലായില്ലേ? ഇവന്മാരെ ഇടത്തോടെ പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്ന് സുഖമായിട്ട് കയറിപ്പോൾ കൂടെ അവന്മാർക്ക് വലത്തോട്ട് കയറ്റിയെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സുഖമായിട്ട് കയറിപ്പോൾ അത്രയ്ക്ക് സ്ഥലമുള്ളൂ, അത്രയ്ക്ക് വീതിയുള്ള റോഡാണത്. എന്നിട്ട് പോലും ചെയ്യുന്നില്ല. ഇപ്പോഴാണ് അവൻ ഇടത്തോട്ട് ഒതുക്കിയത്. നമുക്കിനി കയറിപ്പോവാം. സ്കൂട്ടറുകളാണ് വരുന്നത്. എനിക്ക് സ്ഥലമുണ്ട് കയറിപ്പോവാൻ. ആ കാറ് വരുന്നതുകൊണ്ട് നമ്മൾ ഈ കാറിൻ്റെ പുറകിന് കൊണ്ട് ചവിട്ടി. ആ കാറ് പോയി കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറ്റി. ഓച്ചിറയായിട്ടുണ്ട്. ഓച്ചിറ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. അങ്ങോട്ടാണ് ഡൈവേർഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരുത്തൻ റോങ് സൈഡ് കയറിയാണ്ട് ഓവർടേക്ക് കയറി വരാൻ പോകും. കണ്ട ഒരുത്തൻ അവിടെ റോങ് സൈഡ്. ഇവിടെ പിന്നെ ഓവർടേക്ക് പാടില്ല എന്നുള്ള റൂളുള്ള വഴിയാണ്. കാരണം ഇടവിട്ടുള്ള വരയല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള വരയാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്യത്തില്ല. ഓവർടേക്ക് ചെയ്താലും ഈ വരയ്ക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. ഈ വരയ്ക്ക് ഇങ്ങോട്ട് പിന്നെ ഇടവിട്ടുള്ള വരയാണ്. ഇങ്ങോട്ട് ഇടവിട്ടുള്ള വര ആയതുകൊണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യും. കണ്ടില്ലേ, ഇടവിട്ടുള്ള വരയായതുകൊണ്ട് നമ്മൾ റൈറ്റ് കയറ്റി തന്നെ ഓവർടേക്ക് ചെയ്യും. ആ റൂളാണത്. ഇങ്ങോട്ട് ഇടവിട്ടുള്ള വര കണ്ടേക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇടവിട്ടുള്ള വരയാണ്. സുഖമായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. വലത്തോട്ട് തന്നെ കയറ്റാനും പറ്റും. ഓട്ടോക്കാരൻ ഓവർടേക്ക് ചെയ്യാം.
ഒരു കാറുകാരെ റോങ് സൈഡിലൂടെ തന്നെ പോകുന്നത്. പക്ഷേ ഓവർടേക്ക് ആ ഫ്രണ്ടിൽ പോകുന്ന നീല കാറുകാരെ കാരണം ഈ കറുത്ത കാറ് കാരണം ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഓവർടേക്ക് ചെയ്യട്ടെ. ആ നീല കാറുകാരൻ പോകുന്ന പോക്ക് നോക്കി ഇടതുവശം എത്ര സ്ഥലം ഉണ്ടായിട്ട് പോലും ക്ലാപ്പൻ നടുക്കൂടാ പോകുന്നത്. ഞാൻ ഓവർടേക്ക് ചെയ്ത് അയാളെ ഹോൺ അടിച്ച് സൈഡ് ഒതുക്കേണ്ട മാത്രം പുറകിലത്തെ വന്ന കറുത്ത കാറുകാരെ ഓവർടേക്ക് ചെയ്ത് ഇമ്മാതിരിയുള്ള ആ കറുത്ത കാറുകാരൻ ഞാൻ പറഞ്ഞൊരു 10% കാറുകാരനാണ്. ആ നീല കാറുകാരനാണെങ്കിൽ ഞാൻ പറഞ്ഞ 90% ബെഗ്ലി വാസു ആ ഒരു ടീമിൽ പെട്ടവനാണ്. മനസ്സിലായോ? അത്രക്കാർ ബോറന്മാരാണ്. നിങ്ങൾ കണ്ടു നോക്ക്. ഇത്ര എക്സാമ്പിൾ പോരാ, അത്യാവശ്യം കുറേ എക്സാമ്പിൾ ഞാൻ തന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു കമൻറ്റിനകത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ പേജിനകത്തിട്ട് ആ ഒരു വീഡിയോക്കകത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട എൻ്റെ ഒരു വീഡിയോക്കകത്ത് ആ നെഗറ്റീവ് പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളവന്മാരൊക്കെ ഈ ഒരു കമൻറ്റൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് നീക്ക് അഭിപ്രായം പറ. റോഡ് ഇത് കേരളമാണ്, ഇന്ത്യയാണ്, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക എന്നല്ലാതെ വേറെ റൂളില്ല. മനസ്സിലായില്ലേ? ഈ കമ്പനിട്ട പലവന്മാർ ഈ മാതിരി കാറിനകത്ത് എൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഈ ഒരു ചിലപ്പോൾ നീല കാറിനകത്ത് പോയാൽ നാപ്പനാക്കി ആയിരിക്കും എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടേക്കുന്നത്. അവൻ ഓടിക്കുന്നത് എങ്ങനെയാ ഭീം തിരയെടുത്ത് പോകുമെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായോ? അതൊക്കെ അത്രയേ ഉള്ളൂ. ആ ലോറിക്കാരൻ പയ്യെ ഇടതുവശം ചേർന്നാണ് പോകുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് ഓവർടേക്ക് ചെയ്യാനൊരു സ്പേസ് ഉണ്ടായിക്കൊണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു വീഡിയോക്കകത്ത് എല്ലാവന്മാരും പറഞ്ഞു ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ശരിയാണോ? ഓപ്പോസിറ്റ് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചുമന്ന കാറുകാരൻ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. ഇയാൾ ഓവർടേക്ക് ചെയ്തിട്ട് ഞാനിവരെ ഓവർടേക്ക് ചെയ്യത്തുള്ളൂ. കാറുകാരെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. ആ കയറി പോകുന്നു, ഓപ്പോസിറ്റ് വണ്ടി വരുന്നു, ഓപ്പോസിറ്റ് കാറ് വരുന്നു, എന്നിട്ട് അയാൾ ഓവർടേക്ക് ചെയ്തു. കാരണം എന്താ? കാരണം ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കയറിയപ്പോൾ സ്പേസ് ഉണ്ടായതുകൊണ്ട്. അല്ലാതെ ഇയാൾ ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് വരുന്നവർ കാറുകാർ ഇയാളെ കൊണ്ട് ബ്ലോക്ക് ആക്കിയില്ല. നമ്മൾ മിക്ക ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോസിൽ കാണുന്നത് സ്പേസ് ഉണ്ടായിട്ട് പോലും അത് ചെയ്യാതെ കൊണ്ട് ബ്ലോക്ക് ആക്കുന്ന വെറും ബോധമില്ലാത്തവന്മാരെയാണ്. ഇപ്പം കണ്ടില്ലേ? ആ ഓപ്പോസിറ്റ് പോയ കാറുകാരനെ വേണമെങ്കിൽ ഇയാളെ ബ്ലോക്ക് ആക്കായിരുന്നു, ചെയ്തില്ല, അയാൾ ഒതുങ്ങിപ്പോയി. അതാണ് റോഡിലെ മര്യാദ. അതാണ് നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ഫ്രണ്ടിലൊരു പിക്കപ്പ് പോകുന്നുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ടൂറിസ്റ്റ് പോകുന്നുണ്ട്. ടൂറിസ്റ്റിനെ ഓവർടേക്ക് ചെയ്യാനുള്ള തത്രപ്പാടിനാണ് പിക്കപ്പ് വിജയിച്ചിട്ടുണ്ട്. പിക്കപ്പിൻ്റെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട്. അവന്മാർ ഇടത്തോട്ട് ഒതുക്കിയത് കൊണ്ട്. ഇതാണ് ഞാൻ വീഡിയോയിലും പറയുന്നത്. ഓപ്പോസിറ്റ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇടത്തോട്ട് ഒതുക്കി അവർക്ക് വഴി ഒരുക്കി കൊടുക്കുക. വലത്തോട്ട് കയറ്റാതെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് സ്റ്റോപ്പ് ആക്കിയിട്ട് ഓവർടേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമ്മാതിരിയുള്ള 6 ലൈൻ ഹൈവേയിലൊക്കെ വൺ വേയിൽ പോകേണ്ടി വരും നിങ്ങളൊക്കെ. അല്ലാതെ 2 വേ റോഡിൽ ഒരിക്കലും ഓപ്പോസിറ്റ് വണ്ടി വരാതെ ഓവർടേക്ക് ചെയ്യാൻ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് നിന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഇത് കേരളമാണ് മക്കളെ, കേരളം. നിങ്ങളൊന്നും വണ്ടിയെടുത്ത് പഞ്ചായത്തിൻ്റെ പുറത്ത് പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വണ്ടിയെടുത്ത് പോവും, കിലോമീറ്റേഴ്സ്, ജില്ലകൾ തണ്ടിപ്പോവും, സംസ്ഥാനങ്ങൾ തണ്ടിപ്പോവും. എന്നിട്ട് ഞാനിട്ട വീഡിയോക്ക് നെഗറ്റീവ് കമൻറ്റ് പറ, ഞാൻ അംഗീകരിക്കാം. ഓപ്പോസിറ്റ് വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒതുക്കി കൊടുക്കുക, ബ്രേക്ക് ചവിട്ടി കൊടുക്കുക. അതുകൊണ്ട് നമുക്കൊരു നഷ്ടം ഉണ്ടാകത്തില്ല. നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർക്കൂടെ ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ. അതൊന്നും പ്രതിഷേധമല്ല, ബുദ്ധിമുട്ടുണ്ടാക്കലാണ്. ഓക്കെ, ഇവിടെ തന്നെ പോകുന്നു. ഓവർടേക്ക് ചെയ്തിട്ടും അവൻ വെള്ളം വരയുടെ അപ്പുറത്ത് തന്നെ അവൻ്റെ വീല് നിൽക്കുന്നത്. അതിൻ്റെ നമ്പർ നോക്കിയാൽ KL 07 DB 6768. ഫാൻസി നമ്പരൊക്കെയാണ്. ഇടത്ത വർഷം സ്ഥലം ഉണ്ടെങ്കിൽ പോലും കയറി പോകുന്നില്ല. അവൻ ഓവർടേക്ക് ചെയ്തില്ല. ഫ്രണ്ടിൽ പോകുന്ന കാറുകാരൻ അതിനും ഫസ്റ്റ്. KL 23B 3286. അവൻ നടുക്കൂടെ തന്നെയാണ് പോകുന്നത്. പുറകെ വരുന്നവർക്ക് ഓവർടേക്കുള്ള അവസരം അവൻ തരുന്നില്ല. നമ്മളെന്തായാലും ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നമ്മളെ ഇടിച്ചിടും. അങ്ങനെയാണ് അപകടങ്ങൾ കൂടുന്നത്. ഇമാതിരി കാർ റോളികൾ കാരണമാണ് അപകടം ഉണ്ടാകുന്നത്. ഫുൾ വീഡിയോ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. യൂട്യൂബിൽ എല്ലാവരും ഫുൾ വീഡിയോ ഒക്കെ കാണുക, സബ് ചെയ്യുക. അഭിപ്രായത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നു എന്ന് പറയുക, ഇല്ലെങ്കിൽ തെറി വിളിച്ചിട്ട് പോവുക.
എൻ്റെ ഭാഗത്ത് തെറ്റെന്താണെന്ന് എനിക്കറിയണമല്ലോ.